ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ട്ടോ വന്നേക്കണത്. ഉണക്കച്ചെമ്മീനും നമ്മുടെ കപ്പലണ്ടിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ അധികം ഇൻഗ്രീഡിയൻസും ഇതിന് ആവശ്യമില്ല കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീൻ ആദ്യമേ കഴുകി വൃത്തിയാക്കി അത് വെളിച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാം. അതായത് നമ്മൾ ഒടിക്കുമ്പോൾ രണ്ടായിട്ട് ഒടിയണ പാകം വരെ ഉണക്കച്ചെമ്മീൻ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാം നന്നായിട്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കപ്പലണ്ടി ആട്ടോ, വറുത്ത കപ്പലണ്ടിയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് ഈ വറുത്ത കപ്പലണ്ടി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ ഈ കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിൽ എരിവ് കുറച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതെല്ലാം സ്പൈസി ആയിട്ട് വേണ്ടവർക്കാണ് എരിവ് കൂട്ടിയെടുക്കാതെ അവനവന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നാള് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും. ആ രീതിയിലുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ കപ്പലണ്ടി വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണക്കച്ചെമ്മീനും കപ്പലണ്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, എന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ഈ ചീഞ്ചട്ടിയിൽ തന്നെ വെക്കാതെ പെട്ടെന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. കാരണം മുളക് പൊടി ഇട്ടാണാനും പെട്ടെന്ന് ചൂടത്തിരുന്ന് കരിഞ്ഞു പോകും മുളക് പൊടി. സാധാരണ മാറ്റി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കുപ്പിയിലിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.